സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗും നിരക്ക് വർധനയും ഏർപ്പെടുത്താൻ ആലോചന. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇക്കാര്യം പരിഗണിച്ചേക്കും. പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കാൻ ആവശ്യമായ ലൈൻ ഇല്ലാത്തതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനാണ് ലോഡ് ഷെഡിംഗും നിരക്ക് വർധനയും മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നത്. രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുന്ന പശ്ചാത്തലത്തിലാണ് ലോഡ് ഷെഡിംഗും നിരക്ക് വർധനയും മന്ത്രിസഭ പരിഗണിക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി എത്തിക്കുന്നതിനാവശ്യമായ ലൈൻ ഇല്ലാത്തതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. മൈസൂർ, അരീക്കോട്, കൊച്ചി, ഇടമൺ ലൈൻ പൂർത്തിയാകാത്തതാണ് പുറമേ നിന്ന് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള പ്രധാന തടസ്സം. ഇത് കാരണം പ്രതിദിനം 300 മുതൽ 500 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ കുറവാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ യൂണിറ്റിന് 15 രൂപ നിരക്കിൽ കായംകുളത്ത് നിന്ന് വൈദ്യുതി വാങ്ങിയാണ് KSEB വിതരണം ചെയ്യുന്നത്. ഇതുകാരണം KSEBയുടെ നഷ്ടം 3000 കോടി രൂപയായി ഉയർന്നു. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ ഘട്ടത്തിലാണ് വൈകിട്ട് 6-നും 10-നും ഇടയിൽ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് എന്ന ആവശ്യവുമായി KSEB സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വൈദ്യുതി ഉപഭോഗത്തിൽ നിശ്ചിത ശതമാനത്തിന് സാധാരണ നിരക്കും അതിനുശേഷമുള്ള ഉപഭോഗത്തിന് അധിക നിരക്കും ഈടാക്കണമെന്ന് KSEB സർക്കാരിന് മുന്നിൽ നിർദ്ദേശം വച്ചു. ഹൈടെൻഷൻ, എക്സ്ട്രാ ഹൈടെൻഷൻ വാണിജ്യ ഉപഭോക്താക്കൾക്ക് 80-85% വരെ സാധാരണ നിരക്കും ബാക്കി ഉപഭോഗത്തിന് ഉയർന്ന നിരക്കും ഈടാക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സാധാരണ നിരക്കും ബാക്കി ഉപഭോഗത്തിന് കായംകുളം വൈദ്യുതി നിരക്കും ഈടാക്കാനാണ് ആലോചന. തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചാൽ റെഗുലേറ്ററി കമ്മീഷന്റെ പരിഗണനയ്ക്ക് നിർദ്ദേശം സമർപ്പിക്കും. കമ്മീഷനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.